ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധവും അതിൽ ബ്രിട്ടന്റെ പങ്കും എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ അതുകൊണ്ട് പങ്കെടുത്തിട്ടുള്ള ഒരു യുദ്ധമാണ്. അതുകൊണ്ടാണ് വേൾഡ് വാർ എന്നത് അറിയപ്പെടുന്നത് തന്നെ. പക്ഷെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ബ്രിട്ടനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ബ്രിട്ടന്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ബ്രിട്ടന്റെ പങ്ക് ഇയർലി 20th സെഞ്ചുറി ടോപ്പിക്കിൽ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, മറ്റു രാജ്യങ്ങളും ഈ യുദ്ധം ഉണ്ടാകാനുണ്ടായ കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം നോക്കാം. എന്താണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ലോക മഹായുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് യൂറോപ്പിലാണെങ്കിലും പിന്നീട് അത് എല്ലാ മറ്റു രാജ്യങ്ങൾക്ക്, മറ്റു ഭാഗത്തേക്ക് അത് വ്യാപിക്കുകയായിരുന്നു. ഇനി എന്തൊക്കെയാണ് യുദ്ധം ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ നോക്കാം. ഒന്നാമത്, എല്ലാ രാജ്യങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വലുപ്പം വലുതാക്കുക, അവരുടെ രാജ്യം വലുതാക്കുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിന്റെ ഫലമായി മറ്റു രാജ്യങ്ങളുമായി ശത്രുതയായിട്ട് അങ്ങനെ അത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായി. മറ്റൊന്ന്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണത്തിന് ശേഷം പല ജർമ്മനി, ബ്രിട്ടൻ പോലെയുള്ള, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ സൂപ്പർ പവറായിട്ട് പവറായി വലിയ രാജ്യമായി മാറുകയും അങ്ങനെ ആ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും മുൻപന്തിയിൽ ഏറ്റവും മുന്നിൽ വരാൻ വേണ്ടിയിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് മറ്റൊരു കാരണമാണ്. മറ്റൊന്ന്, അഗ്രസീവ് നാഷണലിസമാണ്. അതായത് സ്വന്തം രാജ്യം, നാഷണലിസം നമുക്കറിയാം, സ്വന്തം രാജ്യത്തോടുള്ള നമുക്കുള്ള സ്നേഹം, ബഹുമാനം. ഇത് കൂടാതെ അതായത് അതിൽ നിന്ന് അപ്പുറമായിട്ട് അഗ്രസീവ്, അതായത് സ്വന്തം എൻ്റെ രാജ്യം മാത്രം വളർന്നാൽ മതി, മറ്റു രാജ്യം വളരാൻ പാടില്ല എന്നുള്ള ഒരു സെൽഫിഷ് മോട്ടീവിലേക്ക്, അഗ്രസീവ് നാഷണലിസം, അതാണ് വേൾഡ് വാറിലേക്ക്. ഒന്നാം ലോക മഹായുദ്ധം കുറെ രാജ്യങ്ങൾ ഒരു ഭാഗത്ത്, മറ്റു കുറെ രാജ്യങ്ങൾ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെയാണല്ലോ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സഖ്യം, ഏതൊക്കെയാണ് അവരുടെ സഖ്യം, യുദ്ധത്തിലുണ്ടായ സഖ്യങ്ങൾ നോക്കാം. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, അതുപോലെ തന്നെ ഇറ്റലി, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു സഖ്യമായിരുന്നു. ഇറ്റലി പിന്നീട് ഈ ഒരു സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട്, അതിന്റെ ചരിത്രം പിന്നീട് പറയാം. പിന്നെ അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, സെർബിയ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ മറ്റൊരു സഖ്യമായിരുന്നു. ഈ മാപ്പിൽ കളർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓറഞ്ച് കളറുള്ളത് ഒരു സഖ്യം, ഈ യെല്ലോ കളർ എന്നത് മറ്റൊരു സഖ്യമായിരുന്നു. അമേരിക്ക പിന്നീട് ഈ ബ്രിട്ടന്റെ, ഫ്രാൻസിന്റെ ഒക്കെ സഖ്യത്തിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ചരിത്രം വേറെയുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും ബ്രിട്ടനെയാണ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധം നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന 1914 അപ്പൊ നമ്മൾ ഒരുപാട് മറ്റു കാരണങ്ങൾ കണ്ടു. അത് കൂടാതെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ബ്രിട്ടനൊക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നത് പിന്നീടാണ്. അതിനു മുമ്പേ ഈ ഒരു യുദ്ധം തുടങ്ങി വെക്കുന്നത് ഓസ്ട്രിയ, ഹംഗറി എന്ന രാജ്യവും സെർബിയ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയാണ് ഒരു വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. ഓസ്ട്രിയയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് സെർബിയ. അപ്പൊ ഈ അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ വളരെയധികം ശത്രുത ആദ്യം തന്നെ നിലനിന്നിരുന്നു. ആ സമയത്താണ് ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് സെർബിയ വിസിറ്റ് ചെയ്യുന്നത്. സെർബിയ വിസിറ്റ് ചെയ്യുന്ന ആ സമയത്താണ് സെർബിയക്കാരാണ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് ഓസ്ട്രിയൻ കിരീടാവകാശിയെ സെർബിയക്കാർ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ സെർബിയവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു റഷ്യ. അന്നേരം ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും റഷ്യ സെർബിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഓസ്ട്രിയയുമായിട്ട് നല്ല ബന്ധം വരുന്ന ഓസ്ട്രിയയുടെ സഖ്യമായ ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത് പിന്നെ മറ്റു രാജ്യങ്ങളും കൂടി ഇതിലൂടെ ഇടപെടുകയാണ്. പിന്നീട് ഫ്രാൻസ് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ജർമ്മനിക്ക് തിരിച്ചും ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല. കാരണം ഡയറക്റ്റ് ആക്രമിക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബോർഡറിൽ ബെൽജിയം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പം ബെൽജിയത്തെ കീഴടക്കിയതിന് ശേഷം ഫ്രാൻസിനെ ഡയറക്റ്റ് ആക്രമിക്കാം എന്ന രീതിയിലായിരുന്നു ജർമ്മനിയുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ജർമ്മനി ബെൽജിയത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ ബ്രിട്ടൻ ഈ യുദ്ധത്തിലേക്ക് കടന്നു വരും. ഇവിടെയാണ് ബ്രിട്ടൻ്റെ വേൾഡ് വാർ, ലോക യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ്റെ കടന്നുവരവ്.
ബ്രിട്ടന് ഇതിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടൻ്റെ ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബ്രിട്ടൻ കീഴടക്കിയിട്ടില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു, കോളനികളായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ മറ്റു ബ്രിട്ടൻ്റെ കീഴിലുള്ള കോളനികളിൽ നിന്നൊക്കെ ഒരുപാട് റിസോഴ്സസ്, യുദ്ധത്തിന് വേണ്ടിയുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് റിസോഴ്സുകളൊക്കെ തന്നെ ഈ കോളനികളിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു, ബ്രിട്ടന് ലഭിച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഇമ്പാക്റ്റ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ബ്രിട്ടൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് കിങ് ജോർജ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ബ്രിട്ടനിലുണ്ടായിരുന്നത് എച്ച് അസ്ക്വിത്ത്, ഡേവിഡ് ലോയിഡ് എന്നിവരായിരുന്നു. ബ്രിട്ടീഷ് ആർമിയെ നയിച്ചത് വില്യം റോബർട്ട്സണും ജോൺ ഫ്രഞ്ചുമായിരുന്നു. ബ്രിട്ടൻ ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഒരു സമയത്ത് ബ്രിട്ടനിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തിനുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് തൊഴിലാളികൾ തമ്മിലുള്ള ആകുലതകൾ, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടു ഐറിഷ് ഹോം റൂൾ മൂവ്മെൻറ്റ്, അതായത് UK, യുണൈറ്റഡ് കിങ്ഡത്തിൽ അയർലൻഡ് എന്ന രാജ്യത്തിന് ഓട്ടോണമി വേണം, സ്വതന്ത്ര ഭരണത്തിനുള്ള അവകാശം വേണമെന്ന് മുറവിളി കൂട്ടുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ ഒരു പ്രശ്നവും കൂടെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു ഐറിഷ് ഹോം റൂളിലെ പുതിയ ആക്ട് പ്രകാരം അവിടെ അവർക്ക് ഓട്ടോണമി കൊടുക്കാനുള്ളതൊക്കെ അവർ താൽക്കാലികമായി ഈ ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി നിർത്തിവെച്ചു എന്ന് നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയത്താണ് ബ്രിട്ടൻ ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഒരുപാട് ഫുഡ് ഷോർട്ടേജസ്, ലേബർ ഷോർട്ടേജ് ഒക്കെ വന്ന സമയത്ത് ഇതൊക്കെ മറികടക്കാൻ വേണ്ടി ചില ലെജിസ്ലേറ്റീവ് റിഫോംസും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ ഒരു നാഷണലിസം, ആ ബ്രിട്ടൻ്റെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ, യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അതിൽ ന്യൂസ് പേപ്പറിൻ്റെ, മാധ്യമങ്ങളുടെ പങ്ക് വളരെയധികം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് വർക്ക് ഫോഴ്സുകൾ, എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ ഒരു വമ്പൻ മാറ്റമാണ് ഉണ്ടായത്. അതായത് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, വ്യാപാരങ്ങൾ, അതായത് വെപ്പൺസ്, ആയുധ വിൽപ്പനയൊക്കെ, ആ ഒരു മേഖലയിലെ ഇൻഡസ്ട്രീസൊക്കെ വർദ്ധിച്ചു. അതുപോലെ തന്നെ മെയിൻ സ്ട്രീം എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചു. ട്രേഡ് യൂണിയൻസിന് ഗവൺമെൻറ് പ്രത്യേക കൺസെഷൻസ് ഒക്കെ നൽകി. പിന്നെ നമുക്കറിയാം യുദ്ധം വന്നാൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് മരണമുണ്ടായി. പ്രത്യേകിച്ച് ഒരുപാട് സോൾജിയേഴ്സ് മരണപ്പെട്ടു. ഈ ബ്രിട്ടനിൽ ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു ഈ യുദ്ധത്തിൻ്റെ ഫലമായി. പക്ഷേ ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ വിജയം ആയതുകൊണ്ട് തന്നെ ബ്രിട്ടൻ എന്ന സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം അത് കൂടുതൽ സ്ട്രോങ്ങർ ആവാൻ ഈ ഒരു യുദ്ധം അവരെ സഹായിച്ചു. ബ്രിട്ടൻ എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് കടന്നു വന്നത്? അതായത് ലിബറൽ പാർട്ടി നേതാവായിട്ടുള്ള എച്ച് അസ്ക്വിത്തിൻ്റെ ഉപദേശപ്രകാരമാണ് കിങ് ജോർജ് V യുദ്ധത്തിലേക്ക് കടക്കുന്നത്, യുദ്ധം പ്രഖ്യാപിക്കുന്നത് ജർമ്മനിക്കെതിരെയാണ്. കാരണം ജർമ്മനി ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ബ്രിട്ടനുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അവർ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ആദ്യം ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് കടക്കുന്നില്ല. ഫ്രാൻസ് ജർമ്മനിയെ ആക്രമിക്കുകയും പിന്നെ ജർമ്മനി തിരിച്ച് ഫ്രാൻസിനെ ആക്രമിക്കാൻ വേണ്ടി ആദ്യം ബെൽജിയത്തെ കീഴടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ സമയത്താണ് ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്, ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അവരുടെ മറ്റ് പാർട്ട്നേഴ്സാണ് റഷ്യ എന്ന് പറയുന്നത്. എന്നാൽ യുദ്ധത്തിന് ശേഷം ലിബറൽ പാർട്ടിയുടെ ഒരു പോപ്പുലാരിറ്റി കുറയുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രതീക്ഷിച്ച അത്ര പെട്ടെന്നൊരു വിജയം യുദ്ധത്തിൽ അവർക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അസ്ക്വിത്ത് ഗവൺമെൻറ്റിന് അത്രയധികം സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് പിന്നീട് ലോയിഡ് ജോർജാണ് പ്രൈം മിനിസ്റ്ററായിട്ട് 1916 അധികാരത്തിൽ വരുന്നത്. അസ്ക്വിത്തിന് ശേഷം പിന്നീട് ലോയിഡ് ജോർജ് അധികാരത്തിൽ വരികയാണ് 1916. ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം ഓരോ രാജ്യവും അതിൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ചിലവാക്കുന്നത്. മറ്റു രാജ്യങ്ങളുമായി ഫൈറ്റ് ചെയ്യാനുള്ള വെപ്പൺസിനും പ്രതിരോധത്തിനൊക്കെ വേണ്ടി ആർമി എക്സ്പെൻസൊക്കെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്പെൻഡ്. അത് വേൾഡ് വാറിലും അങ്ങനെ തന്നെയാണ്. ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്തത്. കാരണം യുദ്ധസമയത്ത് വേണ്ടിയുള്ള ചിലവുകൾ വളരെയധികമായിരുന്നു. ഈ ചിലവ് ചുരുക്കാൻ വേണ്ടി അവർ ഒരുപാട് ടാക്സുകൾ ഇമ്പോസ് ചെയ്തു, നികുതി, അതുപോലെ തന്നെ ഒരുപാട് പണം ബോറോ ചെയ്യുകയും
അതുപോലെ തന്നെ ഒരുപാട് വികസനപരമായിട്ടുള്ള പദ്ധതികളൊക്കെ ഗവൺമെൻറ്റിന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ലോ വേജസ്. ഏറ്റവും കൂടുതൽ യുദ്ധത്തിൻ്റെ ഫലം അനുഭവിച്ച് ഓൾവേസ് അതെപ്പോഴും പാവപ്പെട്ടവരാണ്, പുവർ പീപ്പിളാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാക്കപ്പെട്ടവർ. ഇതിനുശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് പേര് ആർമിയിൽ ജോയിൻ ചെയ്യാൻ കാരണമായി. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ജനങ്ങളിലുണ്ടായ ഒരു സെൻസ് ഓഫ് അഡ്വഞ്ചേഴ്സ്, സാഹസികത, അതുപോലെ തന്നെ ലാക്ക് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അതർ ഫീൽഡ്. മറ്റ് ഫീൽഡുകളിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആർമിയിൽ ജോയിൻ ചെയ്തു ഒരുപാട് പേര്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജനങ്ങൾ ആർമിയിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവാനുള്ള കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടന് വാർ പ്രൊപ്പഗാൻഡ, വാർ പ്രചരണത്തിന് വേണ്ടി ഒരു പ്രത്യേക ബ്യൂറോ തന്നെ ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ചാൾസ് മാസ്റ്റർമാനാണ്. ഈ ബ്യൂറോയിലേക്ക് വേണ്ടിയിട്ടുള്ള 300-ലധികം ബുക്കുകൾ, അതുപോലെ ധാരാളം പാംലെറ്റ്സുകൾ, അതായത് 21 ഭാഷയിലോളം പാംലെറ്റ്സുകളും 300-ലധികം ബുക്കുകളും ഇവർ വാർ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആർതർ, അതുപോലെ തന്നെ റുഡിയാർഡ് കിപ്ലിംഗ്, H.G. വെൽസ് പോലെയുള്ള എമിനൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ്. ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രസ്സും ഫിലിംസും പോസ്റ്റേഴ്സ്, ബിൽ ബോർഡ്സ്, ഇതൊക്കെ തന്നെ യുദ്ധത്തിനുള്ള യുദ്ധ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി, ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, യുദ്ധത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഈ മെത്തേഡ് വാർ പ്രൊപ്പഗാൻഡയൊക്കെ ബ്രിട്ടൻ ഉപയോഗിച്ചിരുന്നു. ആ സമയത്തെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളായിരുന്നു ദ ടൈംസ്, ദ ഡെയിലി ടെലിഗ്രാഫ് ആൻഡ് ദ മോർണിംഗ് പോസ്റ്റ്. ആ സമയത്ത് ന്യൂസ് പേപ്പറുകളിലും മാഗസീനുകളിലും ഒട്ടാകെ യുദ്ധ സമയത്തുള്ള പിക്ചറുകളും ഫോട്ടോഗ്രാഫ്സൊക്കെ തന്നെയാണ്. യുദ്ധത്തെക്കുറിച്ച് മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ആ സമയത്തുള്ള മൂവീസും വാർ മ്യൂസിക് ഒക്കെ തന്നെ പോപ്പുലറായിരുന്നു. അതുപോലെ തന്നെ വാർ ലിറ്ററേച്ചറുകൾ, വാർ പോയട്രി. ഒന്നാം ലോക മഹായുദ്ധം ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മാൻ പവർ എന്ന് പറയുന്നത് ഷോർട്ടേജ്, അതായത് ഒരുപാട് പുരുഷന്മാർ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുരുഷ റോളുകളൊക്കെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഫാക്ടറികളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ സ്ത്രീകളുടെ സാന്നിധ്യം എല്ലാ മേഖലയിലും വർദ്ധിച്ചു. അതുപോലെ തന്നെ ആർമിയിലൊക്കെ തന്നെ സ്ത്രീകൾ കൂടുതൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിനെയാണ് പ്രധാനമായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടനിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. മാക്സിമം പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. ചരിത്രം പറയാൻ ഒരു കഥ പോലെ ഒരുപാട് പറയാനുള്ളത് ഒന്നാണ്. ഈ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.